ചെമ്പകമേ ചെമ്പകമേ നീ എന്നുമെൻ്റെ തല്ലേ സഖിയേ സഖിയേ ഓമൽ കനവേ നീ എന്നുമെൻ്റെ തല്ലേ നീലക്കായലോളം പാടി നീലാകാശം കാതിൽ ചൊല്ലി നീ എന്നുമെൻ്റെ തല്ലേ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എനിക്കിത് നേരിട്ട് കേൾക്കാൻ പറ്റുമെന്ന്. ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. ആ സമയത്ത് ചേട്ടൻ ടി വിയിൽ വരുമ്പോൾ മറ്റേ കയ്യിൽ കുറേ മുതിരവും കുറേ ട്രെൻഡി സാധനങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നപ്പോൾ ആദ്യം നോക്കി. പക്ഷെ കയ്യിലൊന്നും കണ്ടില്ല. മോതിരം ഞാൻ എൻ്റെ ഭയങ്കര പാഷൻ, ഞാൻ പറഞ്ഞു ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം. അന്നൊക്കെ ചേട്ടൻ അതൊക്കെ കൊണ്ടുവന്നേന്ന് തോന്നുന്നു. അന്നൊരു ട്രെൻഡ് കൊണ്ടുവന്നത് ചേട്ടൻ. ആ സമയത്തൊക്കെ ഫ്രാങ്കോ ചേട്ടൻ ഇടുന്ന സാധനങ്ങൾ, കയ്യിലിടുന്ന മോതിരം, അതുപോലെ തന്നെ ബാൻഡുകൾ, ഈ സാധനങ്ങളൊക്കെ സ്കൂളിൻ്റെ അപ്പുറത്ത് കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിരുന്നു. പിള്ളേരൊക്കെ വാങ്ങിച്ചിടുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിനോടുള്ള ഇഷ്ടങ്ങളുണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം ഇങ്ങനെയുള്ള ആക്സസറീസ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ എങ്ങനെയാ ചേട്ടാ പിന്നീട് സിനിമയിലേക്ക് വരുന്ന ആൽബം? അതൊരു ഭയങ്കര ട്രെൻഡിങ് ആയി. പിന്നീട് ആദ്യം ഫിലിം, ആദ്യം ഈ പറഞ്ഞ ഡാൻസ് 7, അതിനുശേഷം പിന്നെ കുറച്ച് ഫിലിമുകളാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതിനുശേഷമാണ് പിന്നെ വീണ്ടും കുറച്ച് ആൽബങ്ങൾ, കുറച്ചധികം ആൽബങ്ങൾ, 1500ഓളം ആൽബങ്ങൾ. അക്കരപ്പച്ച നല്ല വളരെ പോപ്പുലറായ മറ്റൊരു ചിന്തിച്ച ഒരു സാധനമായിരുന്നു അത്. ഇപ്പൊ കേൾക്കുമ്പോൾ കുറെ കൂടെ അതായത് അതിൻ്റെ ആ ഒരു വിഷയം ഒത്തിരി നല്ലതാണ്. അത് പ്രത്യേകിച്ച് യൂത്തിന് ആ ഒരു പ്രായത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജമ്പ് ചെയ്ത് വേറെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകും. അപ്പം അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു തമാശ രൂപേണ, ഹാസ്യ രൂപേണ ചെയ്ത ഒരു ആൽബമാണ്. അതുപോലെ തന്നെ കളിക്കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നല്ല പോപ്പുലറായ ഒരു സോങ് ആണ് കളിക്കൂട്ടുകാരി. ഇപ്പൊ എന്തായാലും ചേട്ടൻ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ സുന്ദരിയവ പാടിച്ചില്ലെങ്കിൽ പിള്ളേരെല്ലാം കൂടെ എന്നെ എടുത്ത് സുന്ദരിയവ പാടിത്തരാമോ? നോ പ്രോബ്ലം. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനിയോ നീലരാവിലൻ സ്നേഹവിധിയിൽ മമ തോഴിയായി വാ പ്രിയമയോ അന്നൊരിക്കലെന്നോ കണ്ട നാളിലെൻ്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാനോ. താങ്ക് യു ചേട്ടാ.